6 മാസത്തെ കുടിശ്ശിക കിടക്കുവാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അപ്പൊ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന പാവപ്പെട്ടവരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഒരു പാകപ്പഴയും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇൻകം ടാക്സ് ഓഫീസറും എന്താണ് GST കൺസൾട്ടന്റും ഒക്കെ ആയ പത്മകുമാർ ഫ്രം കോട്ടയം, അദ്ദേഹം എന്നെ വിളിച്ച്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം പറയാറുണ്ട്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 42 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരുന്നത്. അത് 58 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാല്, അതായത് കോൺഗ്രസ് ആവട്ടെ, LDF ആകട്ടെ, UDF ആകട്ടെ, ഏത് ഗവൺമെന്റ് വന്നാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതൊക്കെ അവരുടെ ആസ്തി നോക്കിയല്ല, ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദവും ഈ പറയപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ഇപ്പോ അതായത് മിത്സുബിഷിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാഹനങ്ങളോ വീട്ടുമുറ്റത്ത് കിടപ്പുണ്ടാകും. മക്കളൊക്കെ അമേരിക്കയിലായിരിക്കും. എന്നാൽ പോലും അവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കും, ഇവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ. ഈ തരത്തിൽ അനർഹരായ ഒരുപാട് പേര് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലയിൽ കടന്നുകൂടിയിട്ടുണ്ട്, UDFന്റെ കാലത്തും LDFന്റെ കാലത്തും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഇത് ഒന്ന് അരിച്ച് എടുക്കുക, അതായത് അർഹതയുള്ളവരാര് അർഹതയില്ലാത്തവരാര് എന്ന് കണ്ടെത്തി അർഹതയുള്ളവരിലേക്ക് മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചുരുക്കുക. ഞാൻ എന്തിനാണ് ഇത്ര ഊന്നി പറയുന്നത് എന്നല്ലേ, കേരള സഭയ്ക്ക് വേണ്ടി ഇത്ര അധ്വാനം ചെയ്യുന്ന ഗവൺമെന്റ് ഓർക്കുക, കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണ്. ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ മിസ്റ്റർ പത്മകുമാർ പറഞ്ഞതുപോലെ ഒരു അരിപ്പ എടുത്ത് അരിച്ചാല്, അതായത് ഇതിനകത്തെ ഉൾപ്പെട്ടിരിക്കുന്ന സമ്പന്നരെ അരിച്ചു മാറ്റിക്കളഞ്ഞ് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്ക് മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാം എന്ന് വച്ചാൽ തന്നെ ഗവൺമെന്റിന്റെ ഭാരം ഒരുപാട് കുറയും. അർഹതയില്ലാത്തവർക്ക് പെൻഷൻ കൊടുത്ത് അത് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഇടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അർഹതയുള്ളവർക്ക് കൃത്യമായി കുടിശ്ശികയില്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുക.